കഴിഞ്ഞ ദിവസം നമ്മുടെ ജെൻസി പ്രക്ഷോഭം ഉണ്ടാക്കിയ പാറ്റകളിലെ പ്രധാന പാറ്റകളിലൊന്നായിട്ടുള്ള സൗരവ് വാർത്താമാധ്യമങ്ങളെ കണ്ടത് സൗരവ് ദാസ് വാർത്താമാധ്യമങ്ങളെ കണ്ടത് പ്രമുഖ അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള കപിൽ സിബലിന്റെ കൂടിയാണ്. ഈ കപിൽ സിബൽ ആരാണെന്ന് ഇനി പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ. കടുത്ത മോദി സർക്കാർ വിരുദ്ധനും BJP വിരുദ്ധനും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അടുത്ത അനുഭാവിയുമാണ്. അദ്ദേഹം വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള കേസുകളിൽ നിയമസഹായം നൽകാനായിട്ട് 1 കോടി രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് CJPക്ക്. അദ്ദേഹം അത് പരസ്യമായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ പലരും ചിലപ്പോൾ CJPയെ സഹായിക്കാൻ മുന്നോട്ട് വന്നേക്കാം. ശരിക്കും ഈ CJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ മൂവ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു കമന്റ് ഞാൻ 2 ദിവസം മുന്നേ വായിച്ചിരുന്നു ഒരു വീഡിയോയുടെ താഴെ. അതായത് കമന്റ് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും യുവജന വിഭാഗങ്ങൾ മുഖം മൂടിയിട്ട് വന്നതാണ് ഈ ഒരു പാറ്റ പാർട്ടി അല്ലെങ്കിൽ CJP എന്നായിരുന്നു ആ കമന്റ്. ആലോചിക്കുമ്പോൾ ഒരു പരിധിവരെ അത് ശരിയാണ്. കോൺഗ്രസിന്റെ ഇതിലെ താല്പര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം കോൺഗ്രസ് CJPയെ ഒരു സംശയത്തോടെയാണോ കാണുന്നത്, അതോ പിന്നിൽ നിന്ന് പൂർണ്ണമായും CJPയെ കോൺഗ്രസും പിന്തുണയ്ക്കുന്നുണ്ടോ എന്നത് ഇപ്പോഴും നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷെ കപിൽ സിബലിന്റെ കൂടെ നമ്മുടെ CJPയിലെ നേതാവ് സൗരവ് ദാസിനെ ഒന്നിച്ച് കണ്ടതോടെ തീർച്ചയായും സംശയങ്ങൾ വീണ്ടും ഉയരുകയാണ്, ചർച്ചകളും ഉയരുകയാണ്. ശരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ അല്ലെങ്കിൽ INDA മുന്നണിയുടെ ഒരു മുഖം മൂടിയിട്ട വേർഷൻ ആണോ CJP? നമ്മൾ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ ഇതിലെ താല്പര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ? ഇത് ജെൻസി പ്രക്ഷോഭമാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ജെൻസികൾ എന്ന് പറയുന്നത് 1997-നും 2012-നും ഇടയിൽ ജനിച്ചവരാണ്. നമ്മുടെ അഭിജിത്ത് സാറുണ്ടല്ലോ, അഭിജിത്ത് ഈ ഒരു CJP മൂവ്മെന്റിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആള്, ഇതിന്റെ പ്രധാന നേതാവ്. അഭിജിത്ത് ഒരു ജെൻസിക്കാരനല്ല. ഒന്നാമത് മൂപ്പര് 1995-ലോ 94-ലോ എങ്ങാണ്ടാണ് ജനിച്ചത്. 30-31 വയസ്സെങ്ങാണ്ടായി. സോ അദ്ദേഹം ഒരു ജെൻസി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹമാണ് ഈ ഒരു സമരത്തെ നയിച്ചത്. ഇപ്പൊ ജെൻസി അല്ലാത്ത ഒരാള് ഇങ്ങനെ ഒരു സമരത്തെ നയിച്ചതിൽ എന്താ കുഴപ്പം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. ഈ യഥാർത്ഥത്തിൽ ജെൻസിയുടെ ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് 97-നും 2012-നും ഇടയിൽ ജനിച്ചവരെയാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അഭിജിത്ത് എന്തായാലും ആ ജെൻസി കാറ്റഗറിയിൽ വരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സംശയിച്ചതുപോലെ ഈ ഒരു CJP മൂവ്മെന്റിന്റെ പ്രധാന മുഖങ്ങളിൽ പലരും നേരത്തെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിരുന്നു, അഭിജിത്ത് അടക്കം. ഇത് നമ്മൾ പലപ്പോഴായി സംസാരിച്ചതാണ്. അരവിന്ദ് കെജ്രിവാളും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഒക്കെ ശരിക്കും ഒരു മുഖംമൂടി, ഒരു പാറ്റയുടെ മുഖംമൂടി വെച്ചിട്ട് നടത്തിയ ഒരു സമരമാണോ CJP എന്ന ചർച്ചകൾ സജീവമാണ്. എന്താണെങ്കിലും ഈ ഒരു മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. CJPക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്ത്യയിൽ ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. കാരണം BJPക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഓപ്പോണന്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇല്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് അവർ BJPയെ നേരിടാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അവരിപ്പോഴും ഈ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് തുക്കട പ്രാദേശിക പാർട്ടികളെ കൂടെ പിടിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ്. സോ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല. ഈ പ്രാദേശിക പാർട്ടികൾ എന്നും കോൺഗ്രസിന് ബാധ്യതയാണ്. അത് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. താൽക്കാലിക രാഷ്ട്രീയ ലാഭം മാത്രമാണ് അത് നൽകുന്നത്. BJPയെ പോലെ പ്രാദേശിക പാർട്ടികളെ പൂർണ്ണമായിട്ടും എന്താ പറയുക, ഈ ഒരു BJP ലയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം അതൊരിക്കലും കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല. കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. ആ തമിഴ്നാട് ഇന്ന് പ്രാദേശിക പാർട്ടികളുടെ കയ്യിലാണ്. അങ്ങനെയായിരുന്നു ബംഗാൾ, അതെന്തായാലും BJP പിടിച്ചെടുത്തു. ത്രിപുര അങ്ങനെയായിരുന്നു, BJP ആണ് പിടിച്ചെടുത്ത്, കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. പ്രാദേശിക പാർട്ടികളുടെ കയ്യിലിരിക്കുന്ന ഒരു സംസ്ഥാനവും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവർക്ക് ദേശീയ തലത്തിൽ എത്രമാത്രം BJPയെ നേരിടാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് CJPക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും അതിലേക്കൊന്നും പോകുന്നില്ല. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഒരു പക്ഷേ INDA മുന്നണിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കാം. കാരണം ധ്രുവ് രാഠി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളിൽ ഒരാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അയാൾ കോൺഗ്രസിനെയും INDA മുന്നണിയെയും സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാടാണ് എടുത്തത്. അഭിജിത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ കൂടെയായിരുന്നു. സോ ഇവർക്കൊക്കെ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ താല്പര്യമുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെതിരെ ഒരു പ്രക്ഷോഭം നയിക്കാനായിട്ട് അവരൊരു പക്ഷേ പാറ്റയുടെ മുഖം മൂടിയിട്ട് നടത്തിയ ഒരു സമരമായിരിക്കാം ഇത്. അതുകൊണ്ടായിരിക്കാം പല യുവജന സംഘടനകളും പാറ്റകളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നത്. അപ്പൊ എന്താണെങ്കിലും
ഈ കപിൽ സിബലിന്റെ കൂടെ സൗരവ് ദാസ് ഇരിക്കുന്നത് കണ്ടതോടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. CJP യാതൊരു രാഷ്ട്രീയ പിന്തുണയോ അടിത്തറയോ ഇല്ലാതെ പെട്ടെന്ന് മുളച്ചു വന്ന ഒന്നല്ല. കൃത്യമായ ഒരു എഞ്ചിനീയറിങ് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു CJP എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിൻ്റെ പുറകിൽ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇതൊരു അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു മൂവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു പ്രതിഷേധമായിരുന്നില്ല. മറിച്ച് ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. കൃത്യമായ സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ വളരെ പ്രിപ്പറേഷൻസോട് കൂടിയിട്ട് ഒരു കൃത്യമായൊരു രാഷ്ട്രീയ നീക്കം ആ ഒരു ഉദ്ദേശത്തോടെ തന്നെ നടത്തിയ ഒരു കാര്യമായിട്ടാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അല്ലാതെ പെട്ടെന്ന് ജെൻസികൾക്ക് അങ്ങൊരു ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി വന്ന് ചെയ്യുന്നൊരു സമരമായിട്ട് ഈ ഘട്ടത്തിൽ ഇതിനെ കാണാൻ കഴിയില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനിയുള്ള നാളുകളിൽ നമുക്ക് വ്യക്തമാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതിലെ നേതാക്കളൊക്കെ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ടിക്കറ്റ് എടുത്ത് മത്സരിക്കും, എവിടെയൊക്കെ മത്സരിക്കും, ഇതൊക്കെ ഇനിയുള്ള നാളുകളിൽ നമുക്ക് അറിയാൻ കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.